ഇന്നലെ നടന്ന വുമൺസ് T20 വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡ് സ്കോട്ട്ലാൻഡ് തമ്മിലായിരുന്നു. രണ്ട് ടീമിനും മസ്റ്റ് ആയിട്ട് ജയിക്കേണ്ട മത്സരമായിരുന്നു. അപ്പോൾ ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ സ്കോട്ട്ലാൻഡ് 137 റണ്ണാണ് എടുത്തത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ന്യൂസിലാൻഡ് 6 വിക്കറ്റിന് മത്സരം ജയിക്കുകയായിരുന്നു. 10 ബോൾ ബാക്കി നിൽക്കെ ജയത്തോടെ ന്യൂസിലാൻഡിന്റെ സെമി പ്രവേശനത്തിലുള്ള സാധ്യത കുറച്ച് കൂടുകയും സ്കോട്ട്ലാൻഡിന്റെ സെമി പ്രവേശനം സാധ്യത അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം നടന്ന മത്സരത്തിൽ ശ്രീലങ്കയും അയർലൻഡും തമ്മിലായിരുന്നു. അയർലൻഡ് ഓൾറെഡി പുറത്തു പോയിരുന്നു. അപ്പോൾ ശ്രീലങ്കയ്ക്ക് മസ്റ്റ് വിൻ ഗെയിം ആയിരുന്നു. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ അയർലൻഡ് 20 ഓവറിൽ 135 വിക്കറ്റ് നഷ്ടത്തിൽ 130 റണ്ണാണ് അടിച്ചത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്ക ക്യാപ്റ്റൻ ചാമരി അട്ടപ്പാട്ടുവിന്റെ സെഞ്ചുറിയിൽ 15 ഓവറിൽ തന്നെ കളി ജയിക്കുകയായിരുന്നു. 9 വിക്കറ്റിനാണ് ജയിച്ചത്. ഇതോടെ ശ്രീലങ്കയുടെ സെമിയിലേക്കുള്ള സാധ്യതയും കൂടി. അയർലൻഡ് ഓൾറെഡി പുറത്തു പോയിരുന്നു. അപ്പോൾ രാത്രി നടന്ന മത്സരത്തിൽ പാകിസ്ഥാനും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. പാകിസ്ഥാൻ ഓൾറെഡി പുറത്തു വരുന്നെങ്കിലും ടൂർണമെന്റിൽ മികച്ച പഠനം കാഴ്ചവെച്ച് പോകാം എന്ന രീതിയിലായിരിക്കും ഇറങ്ങിയിരുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെയും പരാജയം തന്നെയായിരുന്നു. ഓസ്ട്രേലിയയായിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഓസ്ട്രേലിയ 20 ഓവറിൽ 199 റണ്ണാണ് അടിച്ചത് 7 വിക്കറ്റ് നഷ്ടത്തിൽ. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാകിസ്ഥാൻ 86-ൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഓസ്ട്രേലിയ കൂറ്റൻ ജയമാണ്. ഇതോടെ ഈ ജയത്തോടെ ഓസ്ട്രേലിയ സെമി എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ട്. വുമൺസ് T20 വേൾഡ് കപ്പിൽ ഒരു മത്സരമാണ് ഉള്ളത്. ഇംഗ്ലണ്ടും വെസ്റ്റ് ഇൻഡീസും തമ്മിലാണ്. രണ്ടുപേർക്കും സെമിയിലേക്ക് ഈ മത്സരം ജയിക്കുന്ന ടീം എന്തായാലും സെമി കയറും. തോക്കുന്ന ടീം പുറത്തു പോവില്ല. എന്നാലും സെമി സാധ്യത കുറച്ച് കുറയുന്ന രീതിയിലാവും എന്ന് മാത്രമാണ് ഉള്ളത്. തന്നെ ഇന്ത്യയുടെ സ്പിൻ ബോളർ ശ്രീചരണി T20 ബോളിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തുടർന്നും മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ. അപ്പോൾ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം മേജർ ക്രിക്കറ്റ് ലീഗും ആരംഭിക്കുകയാണ് നാളെ. അപ്പോൾ കുറച്ച് 2 ദിവസം റെസ്റ്റ് ആയിരുന്നു. നാളെ നടക്കുന്ന മത്സരത്തിൽ സാൻ ഫ്രാൻസിസ്കോയും TSKയും തമ്മിലാണ്. ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്കാണ് മത്സരം തുടങ്ങുന്നത്. അപ്പോൾ ഇതുപോലെ ദിവസവും നിങ്ങൾക്ക് ക്രിക്കറ്റ് അപ്ഡേറ്റ് ഒക്കെ അറിയണമെന്നെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.